CPIM-ൽ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. MA ബേബി തലപ്പത്തെത്തുമ്പോൾ MV ഗോവിന്ദന് പഴയ രീതിയിൽ കാര്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ കണ്ണൂർ ലോബിക്ക് പഴയ രീതിയിലുള്ള സ്വാധീനം അത് അരക്കിട്ടുറപ്പിക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് M സ്വരാജിന് കൃത്യമായി ഉറപ്പ് കൊടുത്തത് നിലമ്പൂര് പോലൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അവിടെ സ്വരാജിന് പകരം ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ ഇറക്കി ഏതായാലും തോൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ നിർത്തണ്ട എന്നുള്ള രീതിയിലേക്ക് പോകാനാണ് ശ്രമിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും അറിയാം സ്വരാജിനെ ഇനി മാറ്റി നിർത്തേണ്ട കാര്യമില്ല, തൻ്റെ മരുമകൻ സേഫാണ്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി മരുമകൻ്റെ കോട്ട കളഞ്ഞുകൊണ്ട് സ്വരാജിനെ ആക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ വരുമ്പോൾ പിണറായി ഭക്തി തലയ്ക്ക് മൂത്ത സ്വരാജിനെ പോലുള്ളവർക്ക് സ്വാഭാവികമായും പാർട്ടിയിൽ അംഗീകാരം കൊടുത്തേ മതിയാവുകയുള്ളൂ. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം കൊടുത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഏതായാലും പക്ഷേ സ്വരാജിനെ പാർട്ടി നിയോഗിച്ച് നിർത്താൻ ശ്രമിച്ചതിൽ MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ വലിയ രീതിയിലുള്ള കരങ്ങളുണ്ട് എന്ന് വ്യക്തം. മാത്രമല്ല, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിലവിലെ മന്ത്രിസഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൂടി MA ബേബി തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ ലോബിയുടെ രാഷ്ട്രീയ ഹുങ്കിന് വഴിയൊരുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പല ജില്ലകളിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, കണ്ണൂർ ലോബിയുടെ ഒരു ഇരയാണ് മരിച്ചുപോയ ADM ആയ നവീൻ ബാബു. CPIM-ൻ്റെ കാട്ടാള ഭരണം, അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു രക്തസാക്ഷിയാകേണ്ടി വന്ന വ്യക്തി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും പൈശാചികമായിരുന്നു, അത്രയും ക്രൂരമായിരുന്നു PP ദിവ്യ എന്ന വ്യക്തി. വളരെ അധികം പകയോടുകൂടി, മുൻവൈരാഗ്യത്തോടുകൂടി നവീൻ ബാബുവിനെ അപമാനിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ പൊതുപരിപാടികളിൽ ഇപ്പോഴും അവർ ചെല്ലുന്നുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ അവർ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളോട് ട്രോളാണ്. ഇതൊക്കെ കണ്ണൂർ ലോബിക്കോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കോ ഇതൊന്നും ഒരു പുത്തരിയല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ വിഷയം എന്നത് കൃത്യമായും CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടിയ അംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. മുതിർന്ന പല നേതാക്കളെയും ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ AK ബാലനെ പോലുള്ളവർ കരഞ്ഞുകൊണ്ട് വേദി വിടാൻ പറ്റും എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ G സുധാകരനെ പോലുള്ള പല നേതാക്കളും തുറന്നടിച്ചുകൊണ്ട് തന്നെ പറയുന്നു, പല അർഹതപ്പെട്ട നേതാക്കളെയും തഴഞ്ഞുകൊണ്ടുള്ള ഈ പോക്ക് അത് ദുരന്തത്തിലേക്കുള്ള പോക്കാണ്. ഒരു ഓർമ്മയ്ക്ക് പോലും ബാക്കിയില്ലാതെ ബംഗാളിൽ സർവനാശം കണ്ട ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അധികം അഹങ്കരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു താക്കീത് കൂടി G സുധാകരനെ പോലുള്ളവർ കൊടുക്കുകയാണ്. MA ബേബിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് കേരളത്തിൽ CPIM-ലെ ഒരു ശുദ്ധികലശമാണ്. പിണറായിക്കെതിരെയുള്ള ഒരു തുറന്ന പോരാട്ടത്തിലാണ് MA ബേബി.